കൗൺസിലറാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട റഹീം ഖാനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ നാട് ഒന്നാകെ ഒന്നിക്കുന്നത്. എന്റെ അനിയനാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത്. 18 വർഷമായി. എല്ലാവരും സഹായിക്കണം. ഇന്ന് വരും നാളെ വരും എന്ന് പറയല്ലാതെ. അസ്സലാമു അലൈക്കും. എൻ്റെ അമ്മാവനാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. പറയാൻ വാക്കുകളില്ല. അസ്സലാമു അലൈക്കും. ഞാൻ സത്താർ MT. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള അധിപൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന ഹദീസ് മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കുടുംബത്തോട് കരുണ കാണിക്കണേ. ഈ കുടുംബത്തോട് എല്ലാ ആളുകളും ഒന്ന് കരുണ കാണും. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണും. 40 ലക്ഷത്തോളം പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ ലോകത്തുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം. അതല്ലാത്ത ഒരുപാട് പേർ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു 20 ലക്ഷം പേർ ഒരു 500 രൂപ എടുത്താൽ, 1000 രൂപ എടുത്താൽ, 100 രൂപ എടുത്താൽ, പ്രിയപ്പെട്ടവരെ, റഹീമിനെ രക്ഷിക്കാനുള്ള വലിയ ദൗത്യത്തിന്റെ കൂടെ നിൽക്കും. ഇത് ഒരു ആപ്ലിക്കേഷൻ രൂപത്തിലായതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. സേവ് ദ അബ്ദുറഹിമാൻ അബ്ദുറഹീം എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ സാധാരണക്കാർക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, ആകെയുള്ള മാർഗം നിങ്ങൾ കൈകളിൽ പിരിക്കണം, പള്ളികളിൽ പിരിക്കണം, വിദേശ നാടുകളിൽ പിരിക്കണം, പള്ളികളിൽ കൈകളിൽ. പ്രിയപ്പെട്ട മഹല്ല് ഖത്തീബുമാർ പറയണം, SSF അടക്കമുള്ള SKSSF അടക്കമുള്ള മത സാമുദായിക സംഘടനകളുണ്ട്. നിങ്ങൾ മേലെ തട്ടിൽ നിന്ന് ഒരു ഉത്തരവ് ഇറക്കിയാൽ, ഒരു നിർദ്ദേശം ഇറക്കിയാൽ, കേരളത്തിലെ പള്ളികളിൽ റഹീം ചർച്ച ചെയ്യും. റഹീമിന്റെ ഉമ്മയുടെ സങ്കടം, റഹീമിന്റെ കണ്ണീര് ചർച്ച ചെയ്യും. എല്ലാത്തിനും ഓടിപ്പോകുന്നവരാ നമ്മള്. പ്രവാസികളുടെ അടുത്തേക്ക് എല്ലാത്തിനും ഓടിപ്പോകുന്നവരാ. നാട്ടിൽ പ്രയാസം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, പാവപ്പെട്ടവന്റെ കല്യാണം വന്നാൽ, മരുന്നിന് പ്രയാസം വന്നാൽ നമ്മൾ ഓടിപ്പോകുന്നവർ പ്രവാസികളുടെ അടുത്തേക്കാണ്. അവര് നമ്മളെ നോക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? റഹീമിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സംഘടനകളും കൂട്ടായ്മകളും മതസംഘടനകളും അടക്കമുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രിയപ്പെട്ടവരെ, കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം കൊടുത്താൽ താഴേക്ക് എത്തിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. എല്ലാവരും ഇറങ്ങിത്തിരിക്കണം. എല്ലാവരും അണിചേർന്നാൽ മാത്രമേ ഉള്ളൂ ഈ പ്രിയപ്പെട്ട റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോകും. സൗദി മണ്ണിൽ അവിടെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അങ്ങനെ വന്നിട്ട് പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചെയ്തില്ലല്ലോ, ഞങ്ങൾ ഇറങ്ങിയില്ലല്ലോ, ഞങ്ങളെ സംഘടന ഇറങ്ങിയില്ലല്ലോ. കണ്ടിട്ടും കേട്ടിട്ടും ഇത് കാണാതെ പോയാൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർമാരുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റികളുണ്ട്. പ്രിയപ്പെട്ടവരെ, കോടമ്പൂയിലേക്ക് നിങ്ങളൊന്ന് വരണേ. ഈ ഉമ്മയുടെ സങ്കടം നിങ്ങൾ കേൾക്കണേ. ഈ നാട്ടുകാരുടെ ആത്മാർത്ഥത നിങ്ങളൊന്ന് കേൾക്കണേ. ആ ആളുകളൊക്കെ നിങ്ങൾ വന്നാൽ, നിങ്ങളെ കൂടെയുള്ള ആളുകൾ നിങ്ങളെ ചാനലിലൂടെ ഫ്രീ ആയി, പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ വരുമാനം നേടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. നിങ്ങളൊന്ന് വന്നാൽ, രാഷ്ട്രീയ നേതാക്കൾ വന്നാൽ, മതസംഘടനാ നേതാക്കന്മാർ ഈ പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് നിങ്ങൾ കാണണേ, നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾ കേട്ടാൽ, ആ സങ്കടം കണ്ടാൽ, നിങ്ങളെ മൊബൈലിലൂടെ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവച്ചാൽ, നിങ്ങളെ യൂട്യൂബിലൂടെ ചർച്ച ചെയ്താൽ, ഇത് വൈഡായി സ്പ്രെഡ് ആക്കിയാൽ റഹീമിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. കണ്ണൂരിലെ പ്രിയപ്പെട്ട അഫ്രമോൾക്ക് വേണ്ടി, മുഹമ്മദിന് വേണ്ടി 18 കോടി ചോദിച്ചപ്പോ 48 കോടി നൽകിയവരാ മലയാളികൾ. എന്ത് ചോദിച്ചാലും നൽകുന്നവരാ പ്രിയപ്പെട്ടവരെ മലയാളികൾ. നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ റഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ വലിയ പോരാട്ടത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ, ആയിരക്കണക്കിന് പള്ളികൾ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ എല്ലാം ഉണ്ട്. നിങ്ങൾ എല്ലാവരും പറ്റുന്ന തരത്തിൽ പരതുള്ളി പെരുവെള്ളമായി നിങ്ങൾ സഹായിക്കണേ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട്, മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിന്റെ പേരില, മറ്റു മാർഗങ്ങൾ ഞങ്ങളെ മുമ്പിൽ ഇല്ലാത്തതിന്റെ പേരില, ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ട ആളുകൾ, പ്രിയപ്പെട്ട ജനങ്ങൾ, നന്മയുള്ളവർ, പ്രവാസികൾ, ആ പ്രവാസിയായിട്ടുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിന്റെ മുമ്പിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നല്ല വീട് സ്വപ്നം കണ്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് ആ ഉമ്മാനെ നോക്കാൻ വേണ്ടി നാട് വിട്ടവരാ. ആ പ്രിയപ്പെട്ടവൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്രമാത്രം നല്ല രൂപത്തിലേക്ക് ആ പൊന്നുമോൻ വളരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഹായിക്കണം. അത് മാത്രം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട ഓരോ ആളുകളും സഹായിക്കണമെന്ന് വളരെ വിനീതമായി, വടക്കമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. മലപ്പുറം ബ്രാഞ്ചാണ്. ICC അക്കൗണ്ടാണ്. MP അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി എന്നാണ് അക്കൗണ്ട് നമ്പറിന്റെ പേര്. അതോടൊപ്പം തന്നെ ഉമ്മയായ പാത്തു എന്ന പേരിൽ, ഉമ്മയുടെ പേരിലാണ്
ഗൂഗിൾ പേ നമ്പർ ഉള്ളത്. കാണുന്ന എല്ലാവരും സഹായിക്കും കേട്ടോ. ഒരു ഉമ്മന്റെ വിഷമം അറിയുന്ന മോഹന്റെ മുഖത്ത് വെച്ചോ എന്റെ കുട്ടികളെ ഒന്ന് വെച്ച്